ഒരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. കേക്ക് തയ്യാറാക്കുന്നത് ഞാനല്ല, നമുക്ക് വേണ്ടി നമ്മുടെ അനിത ചേച്ചിയാണ് കേക്ക് തയ്യാറാക്കി തരാൻ പോകുന്നത്. നമ്മൾ ചേച്ചിയുടെ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ വണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഇന്ന് ഒരു കുൽഫി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാനല്ല ഇത് തയ്യാറാക്കുന്നത്, നമ്മുടെ ചേച്ചിയാണ്. ചേച്ചിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് ചേച്ചിയെ കാണിക്കുന്നില്ല. ഞാൻ പറയാം എന്തൊക്കെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന്. ഇത് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് നമ്മുടെ പഞ്ചസാര പൊടിച്ചത്, അര കപ്പ് പാല്, 1/4 കപ്പ് നമ്മുടെ ഓയിൽ സൺഫ്ലവർ, ഇത് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് സോൾട്ട്, പിന്നെ ഇത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അരിപ്പയിലിട്ട് നമ്മളത് അരിച്ചെടുക്കാം. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത്, അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡ, ഉപ്പ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഇതിങ്ങനെ കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം എല്ലാം കൂടെ. ഇത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നു ചേച്ചി? ഓക്കെ, നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ ഓവന് ഇപ്പം ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനിടുന്നുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടി ബാറ്റർ, അപ്പം നമുക്ക് 4 മുട്ടയാണ് വേണ്ടിയത്. നമ്മൾ 4 മുട്ടയും ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് വാനില എസൻസ് ഒഴിക്കുകയാണ് 1 ടീസ്പൂണ്. കാരണം മുട്ടയുടെ ചുവ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാനില എസൻസ് ചേർത്തത്. നമുക്ക് ആ മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട 1 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഷുഗർ പൗഡർ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് മുട്ട നല്ല പതഞ്ഞ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലോട്ടൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് കഴിഞ്ഞ് ഒരുപാട് നേരം നമുക്കിത് ബീറ്റ് ചെയ്യാൻ പാടില്ല. പാലൊഴിച്ച് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീറ്റർ ഓഫാക്കി വെക്കാം. നമുക്കിനി ഈ മാവ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മാവ് നമുക്ക് കുറേശ്ശായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാവ് ഇതിലോട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മാത്രമേ ഇതിനകത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വലുതായിട്ട് നമുക്ക് കുത്തി ഉടച്ചെടുക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ബാറ്റർ അങ്ങ് കട്ടിയായി പോവേ, നമുക്ക് കേക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടത്തില്ല. കേക്ക് ടിൻ എടുക്കാവേ. കേക്ക് ടിൻ ഞാനിപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ 1 കിലോയുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് വേണ്ടത്. അപ്പം ഞാനിത് കുറച്ച് ഓയിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പറിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. ബബിൾസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതെ, ഇതിപ്പോൾ ഓവനിൽ നല്ല പ്രീഹീറ്റ് ആയി കിടക്കാം. അപ്പോൾ നമുക്ക് ഓവനിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് എത്ര നേരം ആവും ചേച്ചി ഇതായി വരാൻ? ഇതൊരു 35-40 മിനിറ്റ് ആവും. നമുക്കത് അതനുസരിച്ച് നമുക്കൊരു 40-45 മിനിറ്റ് സെറ്റ് ചെയ്യാം. ഇനിയും
നമുക്ക് കുൽഫി ഉണ്ടാക്കാം. നമുക്ക് കുൽഫി കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കേക്കിന് വേണ്ടി കുൽഫി ഉണ്ടാക്കാവേ. അപ്പോൾ 1/2 ലിറ്റർ പാല് നമുക്ക് ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ സാധാ പശുവും പാലാണോ അതോ കവർ പാലാണോ? സാധാ പശുവും പാല് തന്നെ. നമ്മുടെ ഈ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറുകി വരണം. നമുക്കിപ്പോൾ ഏകദേശം നമ്മുടെ പാലിപ്പം അതിൻ്റെ പകുതി നമുക്ക് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തിലേക്ക് നമുക്കൊരു 2-3 ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഏലക്ക 2-3 കീറി നമുക്ക് അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവേ. നമുക്കിനി ഇതിനകത്തിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് മിൽക്ക് മെയ്ഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമുക്കിനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ശകലം വെള്ളത്തിൽ ചാലിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാവേ. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ബദാം, പിസ്ത, കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ള പിന്നെ നട്ട്സ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്രീമും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ നമുക്കൊരു 10-20 മിനിറ്റ് നമുക്ക് ഫ്രീസറിലൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം ക്രീം എല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്രീം ബീറ്റ് ചെയ്തെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്യുന്ന പരുവമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പരുവത്തിലാണ് ക്രീം ഇരിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാലും ക്രീം പോകത്തില്ല. ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ക്രീം എടുക്കാൻ. എന്നാലേ നമുക്ക് സ്റ്റിഫായിട്ട് കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിനി കുറച്ച് കുൽഫി എടുത്ത് നമുക്ക് ഈ ക്രീമിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇത് ഒരുപാട് ലൂസ് ആകാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ക്രീം എടുക്കാൻ. ഇപ്പം നമ്മുടെ കേക്ക് എല്ലാം റെഡിയായിട്ട് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ലെയറിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ട് കണ്ടോ, തൊടുന്ന ഭാഗം എല്ലാം താഴോട്ട് പോകും. ആഹാ, നല്ല രസമുണ്ട്. നമുക്കിപ്പോൾ കേക്ക് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഐസിങ് ചെയ്യാം. അതായത് നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലൊരു കേക്ക് പീസ് വെച്ചിട്ട് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്ത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ കേക്ക് നമുക്ക് വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ്, നമ്മൾ സാധാരണ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കുൽഫിയിൽ നിന്ന് കുറച്ച് കുൽഫി എടുത്ത് ഇതിനകത്തിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. നമുക്കിത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമുക്കിത് പൈപ്പിംഗ് ബാഗിനകത്തിൽ ക്രീം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുൽഫി നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു ലെയർ നമുക്ക് കുൽഫി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ സിറപ്പ് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിതായി ക്രീം വെച്ച് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പം നമുക്ക് 10 മിനിറ്റ് നമ്മളിത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലോട്ട് നമുക്ക് കുറച്ച് ക്രീം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ക്രീമിനകത്ത് ഞാൻ ലൈറ്റായിട്ട് ഒരു 2 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ടേ. ഇപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടാത്ത കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കൊരു ഫിനിഷിങ് കിട്ടും ഇതിനകത്തിൽ. കേക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരു ഫിനിഷിങ് കിട്ടും. നമുക്കിനി ഇതിനകത്ത് ഈ റോസറ്റാനോസിലുണ്ട്, നമ്പർ 1ൻ്റെ റോസറ്റാനോസിലാണിത്. ഇത് വെച്ച് നമുക്ക് 2 പൂ അടിച്ച് കൊടുക്കാം. നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടി ഒരു കുൽഫി കേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഈ കേക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ അനിത ചേച്ചിയാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ള വെറൈറ്റി കേക്ക് വേണമെങ്കിൽ ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ചേച്ചിയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമുക്കിനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. എല്ലാത്തരം വെറൈറ്റി കേക്കുകളും നമ്പേഴ്സ് കേക്കുകളും ചേച്ചി നമുക്കായി ഉണ്ടാക്കി തരുന്നതായിരിക്കും. കേക്ക് വേണ്ടവർ ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യുക. നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളി ചേച്ചി, സൂപ്പർ. ചേച്ചി കുൽഫി ഉണ്ടാക്കുന്ന സമയത്തൊന്ന് തൊട്ട് നോക്കാൻ ഞാൻ ചെന്നായിരുന്നു. ചേച്ചി അന്നേരം എന്നെ ഓടിച്ചു. കാരണം ആ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേക്കെല്ലാം മുഴുവനായിട്ട് ഉണ്ടാക്കി തീർന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് ചേച്ചി പറഞ്ഞത്. സൂപ്പർ ചേച്ചി, സൂപ്പർ. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.